ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പ്ലേലിസ്റ്റ് ആദ്യം ഉണ്ടാക്കണം. അതായത് ഡിഗ്രി ലെവൽ എക്സാംസ് 2026 ഒരുപാട് എക്സാംസ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, അതേപോലെ SI ഉണ്ട്, ജയിലർ ഉണ്ട്, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമല്ലേ വന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ 2026 എങ്ങനെയാണ് നമ്മൾ ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ റിവിഷൻ ടോപ്പിക്സും അതേപോലെ കറണ്ട് അഫയർ ടോപ്പിക്സും നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കേണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 4 അക്ഷരങ്ങൾ വളരെ കൂലങ്കർഷമായിട്ടുണ്ടാവും. അതിന്റെ പേരാണ് KPSM. KPS എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് പറയാ. എന്റെ പേര് കിരൺ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മെത്തേഡ് ആയതുകൊണ്ടും അതിനെ കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കുന്നതായിരിക്കും. ഈ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് 2 ടെലഗ്രാം ചാനലുണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി, ഇത് ഡിഗ്രി ലെവലിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലാണ്. അപ്പൊ അതിൽ നമുക്ക് ഡിഗ്രി ലെവലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇടുക. ഇതിന്റെ PDF മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. @കിരൺസ് PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനൽ ഉണ്ട്. അതിൽ ജനറൽ PSC എല്ലാത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഒരുപാട് കത്തി അടിക്കാത്ത സിറ്റുവേഷനിലേക്ക് കടക്കാം. സിറ്റുവേഷൻ കടക്കാൻ നമുക്ക് മാറുന്നില്ലല്ലോ, മാറി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. 3 അവിടെ കാണുന്നില്ല, 3. ഓക്കെ, ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്നാമത്തെ ഹാർഡ് വർക്ക്. അത് ആരും നിങ്ങൾക്ക് ചെയ്തു തരില്ല, നിങ്ങൾ തന്നെ സ്വന്തമായി ചെയ്യണം. യു നീഡ് ടു ഡു ഇറ്റ്. ഓക്കെ, വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ വരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തെ വർക്ക് പേരാണ് സ്മാർട്ട് വർക്ക്. ഇതാണ് നമ്മൾ ഇത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എല്ലാം പഠിക്കണോ, ഓരോ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, ഓക്കെ, അതേപോലെ ഏതൊക്കെ വിടണം, സർ വിടണം, അതെ, ഏതൊക്കെ ടോപ്പിക് ടച്ച് ചെയ്യേ വേണ്ട, ഏതൊക്കെ ടോപ്പിക് ടച്ച് ചെയ്യണം, എല്ലാം ഡീറ്റെയിലി പഠിക്കണോ, എങ്ങനെയാണ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. മൂന്നാമത്തെ കാര്യത്തിന്റെ പേരാണ് ലക്ക്. ഓക്കെ, ഒരു PSC എക്സാം കിട്ടണമെങ്കിൽ ലക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, വിവിധ സ്റ്റേജിലല്ല എക്സാം നടക്കുക. ആ വിവിധ സ്റ്റേജിലുള്ള എക്സാമിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഉള്ള സിറ്റുവേഷൻ വന്നാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ, 3 സ്റ്റേജുള്ള എക്സാം ആണെന്ന് വിചാരിക്കൂ. ഒരു സ്റ്റേജിൽ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു, ഒരു സ്റ്റേജിൽ ഭയങ്കര ടഫ്, ഒരു സ്റ്റേജിൽ എബോവ് മീഡിയം. എങ്കിൽ ആ ഈസി ആയിരുന്ന ആളുകൾ കയറാനുള്ള സാധ്യതയും, ഓക്കെ, മീഡിയവും താഴെയുള്ള ആളുകൾ ഔട്ട് ആവാനുള്ള സാധ്യതയും കൂടുതലല്ലേ. അത് നിങ്ങൾ പഠിക്കാതെ കൊണ്ടാണോ? ഈ ഹാർഡിൽ ഉണ്ടായിരുന്ന ആളുകൾ പഠിക്കാത്തതുകൊണ്ടാണ് അവർ ഔട്ട് ആയിരിക്കുന്നത്? അല്ല, അത് ആ സ്റ്റേജിന്റെ സിറ്റുവേഷൻ ആണ്. ഇനി 2, നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറി, ആ സ്റ്റേജിൽ 16-20 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, PSC ഡിലീറ്റ് ചെയ്തു. എങ്കിൽ നിങ്ങളുടെ കാര്യം ഉദാഹവ കട്ടപ്പുക, കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു PSC നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഈ കാലത്ത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആവശ്യമുള്ള കാര്യം നമ്പർ 1 ഹാർഡ് വർക്ക്. ആവശ്യമുള്ള കാര്യം നമ്പർ 2 സ്മാർട്ട് വർക്ക്. ആവശ്യമുള്ള കാര്യം നമ്പർ 3 ലക്ക്. ഈ 3 കാര്യങ്ങളും എപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, ജോബ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് വർക്കിനെ കുറിച്ചാണ്. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യും, സ്മാർട്ട് വർക്ക് കൃത്യമായി ചെയ്യണമെങ്കിൽ ലക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും. നമുക്കിപ്പോ വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ഓക്കെ, എങ്കിൽ ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ മെത്തേഡ്, എന്റെ പേര് കിരൺ ആയതുകൊണ്ട് ഞാൻ എന്ത് വിളിച്ച്, കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിച്ചോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഗ്രി എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്നത് അത് പഠിക്കാനുള്ള ടൈം മാത്രമേ നിങ്ങളുടെ ഉണ്ടാവുള്ളൂ. അതിന് സാർ ആദ്യം എന്താ പഠിക്കാൻ തരുന്നു പറഞ്ഞിട്ടില്ല, പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ മൊത്തം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു 50% കംപ്ലീറ്റ് ചെയ്യുക. സാർ ഈ 50% കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ലല്ലോ. ഓക്കെ, ഞങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 50 മാർക്ക് കിട്ടുക, 100 മാർക്കിന്റെയാണ്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒരു 50% നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കവർ ചെയ്യുള്ളൂ. ആ 50% കവർ ചെയ്തിട്ട് ഇപ്പോ 2 സ്പെഷ്യൽ ടോപ്പിക്കും ഇതും കോമൺ ആയിട്ടുള്ള പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടെങ്കിൽ അതിൽ 200 മാർക്ക് ആണെങ്കിൽ അതിലൊരു 150 മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതേപോലെ സിംഗിൾ പേപ്പർ ആണെങ്കിൽ 100 മാർക്ക് ആണെങ്കിൽ അതിലൊരു 90 മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് നമ്മുടെ ലക്ഷ്യം.
സാർ ഈ 50% ടോപ്പിക് പഠിച്ച് 90 കിട്ടുമോ? കിട്ടും മക്കളെ. ഓക്കെ, നേരത്തെ ഇങ്ങനെ ചെയ്തതിന്റെ പ്രൂഫ് ഇതേ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേ ചാനൽ നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മൾ 2026 എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അതേ സാധനം തന്നെ. ഓക്കെ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, സ്ട്രാറ്റജിയിൽ മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ PSC ഇപ്പോ ഒന്നും മാറ്റിയിട്ടില്ലല്ലോ. 2021 എന്താണോ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അവരിനി പുതിയ സിലബസ് കൊണ്ടോ നമ്മൾ സ്ട്രാറ്റജി എന്ത് ചെയ്യും, മാറുന്നതായിരിക്കും. സാർ ഇപ്പോഴേ ഇത് പഠിക്കാൻ വയ്യ, ഇനി പുതിയ സിലബസ് കൊണ്ട് അവർ വരരുത്, അത് നമുക്ക് പിന്നെ ആലോചിക്കുക. ഇപ്പൊ എന്താ, നമ്മുടെ സെയിം സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഡയലോഗ് ഞാൻ പറഞ്ഞത് കുറെ പേര് ഇത് കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഓക്കെ അല്ലെ? പുതുതായി കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കില് നമുക്ക് ആദ്യം മനസ്സിലായി 50% സിലബസ് നമ്മൾ പഠിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുമെന്ന് വിചാരിക്കും. ആ ടോപ്പിക്കിനെ കുറിച്ച് കൂലങ്കഷമായി വളരെ ആഴത്തില് അറിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി പോണില്ല. എല്ലാ ടോപ്പിക്കും വേണ്ടി പഠിക്കാൻ വേണ്ടി പോണില്ല, ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ടോപ്പിക് എടുത്തു. ടോപ്പിക്കിന്റെ പേരാണ് നാഷണൽ ഇൻകം. അത് ഡിഗ്രി പ്രിലിംസിന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും എന്ത് വരും, ക്വസ്റ്റ്യൻ വരും. എങ്കിൽ ആ ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ഡിഗ്രി പ്രിലിംസ് വരുന്ന ഒരു ക്വസ്റ്റിന്റെ പേരാണ് മെമ്മറി. ഓക്കെ, അത് IT എന്നുള്ളതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കാര്യമില്ല, കാരണം ക്വസ്റ്റ്യൻ അങ്ങനെ വരുള്ളൂ. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്. അത് നമുക്ക് നോബൽ പ്രൈസ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു കറണ്ട് അഫയർ ആണ്. അത് നമുക്ക് കൂലങ്കഷമായ ഡീറ്റെയിൽ പഠിക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ള കാര്യം മാത്രം മതി, പഠിച്ചാൽ മതി. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ സിലബസിനെ ചുരുക്കുന്നു. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2, എന്നിട്ട് കിട്ടുന്ന ടോപ്പിക്കുകൾ രണ്ടായി തിരിക്കുന്നു. ടോപ്പിക് ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ടോപ്പിക്, ഒരു ഭാഗത്ത് എന്താണ് ആക്ച്വലി വളരെ ബേസിക് ആയി പഠിക്കുന്ന ടോപ്പിക്. ഇനി പ്രധാന പ്രശ്നം സാർ കറണ്ട് അഫയർ ആണ്. കറണ്ട് അഫയർ സാർ എവിടെ നിന്ന് പഠിക്കും? ലോകത്തുള്ള എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മുടെ വേസ്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ മാത്രം എന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. സോ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് നോക്കുക, അതിലുള്ള കറണ്ട് അഫയർ എന്ത് ചെയ്യുക, പഠിക്കാവുന്നതായിരിക്കും. സാർ മനസ്സിലായില്ല ഈ പറഞ്ഞ കാര്യം, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ചാടി കയറി 20 ടോപ്പിക് പഠിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് മെയ് ജൂൺ ആണ് ടൈം ഉള്ളത് പ്രിലിംസിന്. ആ പ്രിലിംസ് എത്തുമ്പോഴേക്ക് നമ്മുടെ മെയിൻസിന്റെ കാര്യം എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. സാർ പറഞ്ഞു മനസ്സിലായില്ല? അതായത് നമ്മൾ ഒരിക്കലും പ്രിലിംസിന് പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻസിനായിരിക്കും. പ്രിലിംസ് പ്ലസ് മെയിൻസിനാണ് പഠിക്കുക. കാരണം പ്രിലിംസ് കഴിഞ്ഞിട്ട് ഒരു 2.5 months അല്ലെങ്കിൽ 2 months ഗ്യാപ്പേ മെയിൻസിന് ഉണ്ടാവും. ആ സമയത്ത് ആ 2 months എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്ത് പേപ്പർ 2 ഉണ്ടെങ്കിൽ അത് പഠിച്ച് സ്പെഷ്യൽ ടോപ്പിക് മുഴുവൻ പഠിച്ച് ആരെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് കൂലങ്കഷമായിട്ട് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഇപ്പോൾ ആരൊക്കെ അടിപൊളിയായിട്ട് മെയിൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നോ അവർക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, ടോപ്പ് ജോലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ, നമ്മൾ സ്ലോ ആണ് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ഒരു ടോപ്പിക് വെച്ച് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് വരാൻ പോകുന്ന എല്ലാ ഡിഗ്രി എക്സാംസിനും ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അല്ലാതെ ഒരു സിംഗിൾ എക്സാമിന് വേണ്ടിയിട്ടല്ല, എല്ലാ എക്സാമിനും കൂടി ഒറ്റ കാര്യം. ഓക്കെ, എങ്കിൽ വരാൻ പോകുന്ന ഡിഗ്രി പോസ്റ്റുകൾ നമുക്കറിയാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉണ്ട്, SPCID ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് ജനറൽ ഉണ്ട്, ഇനിയും ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അടുത്ത ഡൗട്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനുള്ള സ്പെഷ്യൽ ടോപ്പിക് അല്ല അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കലല്ല സബ് ഇൻസ്പെക്ടർക്കും അസിസ്റ്റന്റ് ജയിലറിനും. എങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക? ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ എല്ലാത്തിന്റെയും കോമൺ സാധനങ്ങളില്ലേ, ബയോളജി എല്ലാത്തിനും കോമൺ അല്ലേ? ഓക്കെ, ഹിസ്റ്ററി എല്ലാത്തിനും കോമൺ അല്ലേ? ജോഗ്രഫി എല്ലാത്തിനും കോമൺ അല്ലേ? IT എല്ലാത്തിനും കോമൺ അല്ലേ? അതേപോലെ എക്കണോമിക്സ് എല്ലാത്തിനും കോമൺ അല്ലേ? ബാക്കി എല്ലാ സബ്ജക്റ്റും എല്ലാത്തിനും കോമൺ ആണല്ലോ. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാത്തിനും കോമൺ അല്ലേ? ഇനി സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ലേ ബാക്കിയുള്ളൂ. ആദ്യം നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള ഇത്രയും വലിയ പോർഷൻ ഒരു 80% എല്ലാത്തിനും കോമൺ അല്ലേ? ആ 80% നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, എന്നിട്ട് 20% എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ പോസ്റ്റിനും കൂടി ഉള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഡിഗ്രി പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈ 3 പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡിഗ്രി പ്രിലിംസിനുള്ള ഒരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി. ഈ സ്ക്രീനിലേക്ക് കൊള്ളുന്നില്ല, അമ്മാതിരി എന്തുണ്ട് സിലബസ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സയൻസ് ആൻഡ് ടെക്നോളജി മൊത്തം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 5 മാർക്കാണ് അവർ പറയുന്നത്.
ഓക്കെ 5 മാർക്കാണ് സാധാരണഗതിയിൽ ഡിഗ്രി ഫിലിപ്സ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ ഇതിലുള്ള ഇപ്പൊ ഞാൻ 2-3 ടോപ്പിക് വായിക്കാം. ഓക്കെ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യസ് എനർജി റിസോഴ്സ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഇതെല്ലാം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി അവർ ചോദിക്കുന്നില്ല. ഓക്കെ അങ്ങനെ ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് പോയിട്ട് എന്താണ് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്ത ഡൗട്ട്, സാർ പ്രിലിംസിന് ഞങ്ങൾക്ക് സ്കോർ ചെയ്യണ്ടേ? ഓക്കെ അപ്പൊ ഇത് വെറും ഐടിയും മാത്സും ഇംഗ്ലീഷും മലയാളവും മാത്രം പഠിച്ചിട്ട് പോയിട്ട് എന്താ പറയാ പ്രിലിംസ് ഞങ്ങൾ ക്ലിയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ലെങ്കിലോ അത് പഠിക്കണ്ടേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ശരി തന്നെയാണ്, പഠിക്കണം. ഓക്കെ പക്ഷെ എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. എന്താണോ മെയിൻസിനും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. സാധ്യത കൂടുതലെന്നല്ല, ക്വസ്റ്റ്യൻ വരും. എങ്കിൽ ആ ഭാഗം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ? അതേപോലെ എന്താണ് ആക്ച്വലി അവിടെ ബയോളജി ഉണ്ട്, അതിൽ ഹ്യൂമൻ ബോഡി ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇതെല്ലാം ഈ സാധനം മൊത്തം പഠിക്കാൻ നമ്മുടെ സമയം എന്ത് ചെയ്യും, പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി, ഇത് പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ഈ സിലബസ് പ്രിലിംസിനാണ് വരുന്നത്, മെയിൻസ് നിങ്ങളൊരു സിലബസേ ഇല്ല. ഇത്രയും വലിയ വാസ്റ്റ് സിലബസ് നിങ്ങളുടെ ടൈം എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ സിലബസ് നമ്മൾ ചുരുക്കിയിട്ട് 4-5 ടോപ്പിക്കേ പഠിക്കൂ. ഇപ്പൊ മനസ്സിലായോ 50% എങ്ങനെയാ വരുന്നുള്ളത്? ഇതൊരു എക്സാമ്പിൾ ആണ്. എല്ലാത്തൊന്നും ഇങ്ങനെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, നോക്കുന്നതായിരിക്കും. എങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ കോസ്റ്റ് ബെനിഫിറ്റ് ആണ്. എല്ലാം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിവുണ്ടാവും. ഓക്കെ ഇപ്പോ നമ്മുടെ ലക്ഷ്യം അറിവ് സമ്പാദിക്കലല്ല. അറിവ് സമ്പാദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചിങ് ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് അറിവിന്റെ ആവശ്യമുണ്ട്. കാരണം സ്റ്റുഡൻസ് എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കാനും അത് അവരെ മനസ്സിലാക്കിപ്പിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം, അറിവ് വേണം. നിങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് PSCക്ക് ടീച്ച് ചെയ്യാനല്ലോ നിൽക്കുന്നത്, നിങ്ങൾ ജോലിക്കല്ല നിൽക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ട അറിവ് എന്ന് പറയുന്നത് എക്സാമിന് എന്താണോ വേണ്ടത് അതാണ്. വാസ്റ്റ് നോളജിന്റെ ആവശ്യം ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്കില്ല. എക്സാം ക്ലിയർ ആണ നോളജ് ആണ് വേണ്ടത്. എങ്കിൽ കഷ്ടപ്പെട്ട് മുഴുവൻ പഠിച്ചിട്ട് പോയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റ് അല്ലേ? ആ സമയം ലാഭിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് മാത്രം എന്ത് ചെയ്യുള്ളൂ, പഠിക്കും. ഓക്കെ ഓക്കെ ഇനി അടുത്താണ് ഭരണഘടന. സോ ഭരണഘടനയിൽ എന്താ, ഇവിടെ നോക്കിയേ, ഒരു 5-10 ടോപ്പിക്, 10 കൂടി ഇല്ല. ഓക്കെ ഒരു 7 ടോപ്പിക് കഴിഞ്ഞു. ഇത്രയും പ്രിലിംസിന്റെ സിലബസ് ഉള്ളൂ. മെയിൻസിൽ നോക്കിയേ, ഇപ്പൊ ഇവിടെ ഈ എന്താ പറയാ സ്ക്രീനിലേക്ക് കൊള്ളുന്നില്ല, അമ്മാതിരി ഇട്ടിട്ടുണ്ട്. ഓക്കെ എങ്കിൽ നിങ്ങൾ മെയിൻസിലായാലും 5 മാർക്ക്, പ്രിലിംസ് ആണെങ്കിൽ എന്താ 5 മാർക്ക്. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ 5-5 ഡിഫറൻറ്റ് പഠിക്കണ്ടേ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ മെയിൻസിലുള്ള സാധനങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലല്ലേ പ്രിലിംസിന് പോകുമ്പോ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രിലിംസിന് ഇതുന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ, കറക്റ്റ് ആണ്, ഇതുന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് വെച്ച് മെയിൻസിന് പോകുമ്പോൾ ബാക്കി എല്ലാം പഠിക്കാന്ന് പറഞ്ഞ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്യും, ഇഷ്യൂ വരും. പേപ്പർ 2 എന്ത് വരും, ഇഷ്യൂ വരും. അപ്പൊ സാധനം പ്രോബ്ലം വരില്ലേ? നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തമായിട്ട് എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ചോദ്യം, സാർ അത് മുഴുവൻ പഠിക്കുവോ? ഇല്ല മക്കളെ. ഓക്കെ ഇതൊന്നും നമ്മള് കിരണിന്റെ അതായത് ഞാൻ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. ആ ഹോട്ട് ടോപ്പിക്സിൽ എന്ത് വരും, ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ മനസ്സിലായി എങ്ങനെ 50% കുറയ്ക്കാൻ പോകുന്നുള്ളത്? ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സിലബസ് എന്ന് പറയുന്നത് പ്രിലിംസിന് ഡിഫറെന്റ് ആണ്, മെയിൻസിന് ഡിഫറെന്റ് ആണ്. ഓക്കെ നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. 2-3 മാസം നമുക്ക് എന്തുണ്ടാവുള്ളൂ, 3 മാസം ഒന്നും ഉണ്ടാവില്ല, 2-2.5 മാസം എന്തുണ്ടാവുള്ളൂ, മെയിൻസിന് ടൈം ഉണ്ടാവുള്ളൂ. ഈ സമയം കൊണ്ട് നമ്മൾ മെയിൻസിനുള്ള മാക്സിമം മാർക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്തിട്ടാവണം. അത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സ്റ്റെപ്പ് നമ്പർ 1, നമ്മളൊരു ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യും. അത് പ്രിലിംസിന് വേണ്ടിയുള്ളതാണോ, മെയിൻസിന് വേണ്ടിയുള്ളതാണോ, അല്ലെങ്കിൽ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയുള്ളതാണോ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ നമ്മൾ പ്രിലിംസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും കാണുന്നില്ല. ഓക്കെ ബയോളജിയിൽ ഒരുപാട് ടോപ്പിക് അവിടെ കാണുന്നില്ല. സയൻസ് പറഞ്ഞ കാര്യം തന്നെ എന്ത് ചെയ്യുന്നില്ല, അവിടെ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷെ സയൻസ് നമുക്ക് എവിടെ ഇമ്പോർട്ടന്റ് ആണ്, മെയിൻസിൽ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് സയൻസും കൂടി 21 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ അതേ ഒരു പാറ്റേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സയൻസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാറ്റേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇനി അതിന്റെ ഇതൊക്കെ വരട്ടെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ആ സയൻസ് നമ്മൾ പഠിച്ചു തീർക്കണ്ടേ? സയൻസിനുള്ള 21 മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഓക്കെ അല്ലെങ്കിൽ അവർ സിലബസ് ചെയ്തില്ലെങ്കിൽ പഴയ പോലെയാണെങ്കിൽ അപ്പോഴും സയൻസ് എന്ത് വേണം, മാർക്ക് വേണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ സയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ പേരാണ് ഗുരുത്വാകർഷണ ബലം. ഓക്കെ അപ്പൊ എന്താ പറയുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രിലിംസിന് യൂസ് ഉണ്ടാ ഇല്ല. പക്ഷെ മെയിൻസിന് യൂസ് ഉണ്ടാ ഉണ്ട്. പക്ഷെ മെയിൻസ് ഇപ്പൊ അല്ലല്ലോ വരുന്നത്. അതെന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വരുന്ന ഉറപ്പാണ്. എന്നിട്ട് മെയിൻസ് വരുമ്പോൾ റിവൈസ് ചെയ്യുക. ഓക്കെ, മെയിൻസിന്റെ സമയത്ത് റിവിഷൻ മാത്രമേ പറ്റുള്ളൂ. എന്ത് പറ്റില്ല, പിന്നെ മെയിൻസിൽ നിന്ന് പഠിക്കല് പറ്റില്ല. കാരണം മെയിൻസിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അത് ഡീറ്റെയിൽ നമ്മൾ പഠിക്കുകയും വേണം. അങ്ങനെ വേണം നമുക്ക് സമയം ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്സ് പ്രിപ്പയർ ചെയ്യണ്ടേ, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണ്ടേ, മലയാളം പ്രാക്ടീസ് ചെയ്യണ്ടേ, എല്ലാത്തിനും സമയം വേണ്ടേ. സമയമേ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നമുള്ള സൊല്യൂഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ സെക്കൻഡ് സ്ഥാനം. അപ്പൊ ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്തേ. സെക്കൻഡ് സ്ഥാനം ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി, ബേസിക് സ്റ്റഡി എന്ന് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഡിവൈഡ് ചെയ്യുക, ഒരു ടോപ്പിക്കിന്റെ നേരെ സ്റ്റേറ്റ്മെന്റ് എഴുതും, ഒരു ടോപ്പിക്കിന്റെ നേരെ ഫാക്ട് എഴുതും. ഓക്കെ, ഒരു ടോപ്പിക്കിന് നേരെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഡീപ്പ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. ഓക്കെ, റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ, അതായത് വീണ്ടും അതേ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഫുൾ ടു ഫുൾ നമ്മൾ PYQ 2023 എല്ലാം പഠിച്ചിട്ട് പോയെങ്കിലും വീണ്ടും എന്തായിരിക്കും, പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാനുള്ള സാധ്യത ഉള്ളൂ. ഓക്കെ, അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ കൂലങ്കഷമായി ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് അവിടെ ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാക്ട് ബേസ് ആണ്. ബേസിക് ആയ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. PYQ നന്നായി പഠിച്ചിട്ട് പോവുക. റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ നിന്ന് അനാലിസിസ് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. പിന്നെ ഇയാളല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, എന്താ പറയുക, ഇത് അറിയാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് സോഴ്സ് നോക്കേണ്ട കാര്യം. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ്. സോഴ്സ് വളരെ വാസ്റ്റ് ആണെങ്കിൽ എന്ത് വരും, ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. സോഴ്സ് വളരെ കുറവാണെങ്കിൽ എന്ത് വരും, ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരിക. ഇതേ കാര്യം തന്നെയാണ് 2021 തൊട്ട് PSC എല്ലാ എക്സാമിലും എന്താ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അവര് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, മോനെ മോളെ സിലബസ് നോക്കൂ, അത് പ്രകാരം ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇടുക. ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഈ സിലബസ് ഡീപ്പ് ആണോ, ഞങ്ങൾ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ഇടും. സിലബസിലുള്ള എന്താ നോർമൽ ആണോ, ഞങ്ങൾ എന്ത് ചെയ്യും, നോർമൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഇടും. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ ഇത് ഏതൊക്കെയാണ് നോർമൽ, ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് വരിക, ഏതൊക്കെയാണ് ഫാക്ട് വരിക എന്നൊക്കെ ഞങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക. അതിലല്ലേ ഞാനുള്ളത്. ഐ വിൽ ഗൈഡ് യു. അതല്ലേ സ്മാർട്ട് വർക്ക്. ഓക്കെ, എങ്കിൽ ആദ്യത്തെ ആഴ്ചയിലെ ടൈം ടേബിൾ നോക്കിയോ. ഓക്കെ, ടോപ്പിക് 1 1773 ആക്ട് ടു 1856 ആക്ട്. ഇത്രയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെ, ഇത്ര നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കേണ്ട രീതി സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ സോഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്പെക്ട്രം വായിച്ചു നോക്കണം, NCERT വായിച്ചു നോക്കണം, ഓപ്പൺ യൂണിവേഴ്സിറ്റി ബുക്ക് ഉണ്ടാവും, തമിഴ്നാട് SCERT ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. റഫർ ചെയ്യേണ്ട സാധനമുണ്ട്. ഓക്കെ, ഇതില് 1773 ആക്ട് തൊട്ട് 1856 ആക്ട് വരെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് പ്രിലിംസിനും ഇമ്പോർട്ടന്റ് ആണ്, മെയിൻസിനും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കേരള ഹിസ്റ്ററി എന്നാണ്. അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അതിൽ പോർച്ചുഗീസ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കേണ്ട രീതി സ്റ്റേറ്റ്മെന്റ് ആണ്. സോഴ്സ് എന്ന് പറയുന്നത് 2 ബുക്കാണ്. ഒന്ന് SCERT, രണ്ടാമത്തെ ശ്രീധര മേനോൻ. പ്രിലിംസിനുള്ളതാണ്, മെയിൻസിനുള്ളതാണ്. അടുത്താണ് നാഷണൽ ഇൻകം. എക്കണോമിക്സിനുള്ള ഭാഗമാണ്. ഓക്കെ, നോക്കാൻ പറഞ്ഞിരിക്കുന്ന NCERT മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങളുടെ ഒരുപാട് നോട്ട്സ് ഉണ്ടാവും നാഷണൽ ഇൻകത്തെ കുറിച്ച്. ആ UPSC വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് കുറെ കൂടി അനലൈസ് ടൈപ്പും നിങ്ങളുടെ കോമൺ ജനറൽ നോളജ് അറിയാനുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ PSC എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ NCERT ആണ്. കാരണം NCERT ഇതിന്റെ കാൽക്കുലേഷൻ, ഇത് എങ്ങനെയാ ചെയ്യുക, ഇതിൽ എന്ത് ഉൾപ്പെടുത്തണം, ഏത് ഉൾപ്പെടുത്തണ്ട, ഓക്കെ, എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നാണ് അവർ ഇടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ UPSC ലെവലിൽ ആ കാര്യങ്ങൾ അതിന് നോട്ട്സ് എല്ലാം പഠിക്കണമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ UPSC ലെവലിൽ നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT അവർ അതേപോലെ എടുക്കില്ല. അത് ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ NCERT അവർ അതേപോലെ എടുക്കില്ല. ഏതിനു വേണ്ടിയിട്ട്, നാഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ട്. കാരണം അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കണം, NCERT പ്രോപ്പറായി പഠിക്കണം. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, +1 +2 എക്കണോമിക് ബുക്ക് ഉണ്ട്. അത് എക്കണോമിക്സിന്റെ ബുക്സ് ഉണ്ട്, അതായത് NCERTയുടെ. അത് കൃത്യമായി നോക്കുക. ഓക്കെ അല്ലെ. ഈ നാഷണൽ ഇൻകം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിന് മാർക്ക് ഉറപ്പാണ്. പക്ഷെ മെയിൻസിന് മാർക്ക് കിട്ടുന്ന യാതൊരു ഉറപ്പില്ല. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടേ ഇല്ല. അപ്പൊ നാഷണൽ ഇൻകം പഠിക്കണ്ടേ, പഠിക്കണം. ഏതിനു വേണ്ടി മാത്രമേ ഉള്ളൂ, പ്രിലിംസിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പ്രിലിംസ് ക്ലിയർ ചെയ്താലേ മെയിൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. SCERT NCERT ബുക്ക് മതി. കമ്പ്യൂട്ടർ സയൻസ് ബുക്കാണുള്ളത്. +1 +2 ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫാക്ട് ആണ് പഠിക്കേണ്ടത്. ഇത് പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയാ, അനലൈസ് ചെയ്ത് കാര്യം പഠിച്ച് ഒന്നും ചെയ്യണ്ട. ഓക്കെ, അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നോർമൽ ആയിട്ടുള്ള കാര്യം എഴുതിണ്ടാവുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അത് പോയി പഠിക്കുക. സോഴ്സ് അവിടെ എഴുതിയിട്ടുണ്ടാവും. മാത്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് ടോപ്പിക് പഠിക്കുക.
ഇംഗ്ലീഷിൽ ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കുക. നമ്മൾ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോർ സബ്ജക്റ്റ് നിന്നായിരിക്കും. എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഹിസ്റ്ററി അല്ലേ, നമ്മുടെ പ്രധാനപ്പെട്ട കോർ സബ്ജക്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് മൂന്നിന്റെയും പ്രത്യേകത ഇത് വളരെ വാസ്റ്റ് ആണ്. ഓക്കെ, ഇതിന്നുള്ള മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചില ആളുകൾ ഹിസ്റ്ററിയെ പഠിക്കാതെ പോകുന്നവരുണ്ടാവും. സാർ എന്താ ഇത്രയും ഹിസ്റ്ററി ഒന്നും ആവശ്യമില്ല, 4-5 ക്വസ്റ്റിനെ വരുള്ളൂ എന്ന് പറയുന്നവരുണ്ടാവും. ഓക്കെ അല്ലെ? പക്ഷെ ചില ടൈമിലല്ല, നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരെ എന്താ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം, 7 ഔട്ട് ഓഫ് 7 ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സിറ്റുവേഷൻ ഡിഫറെന്റ് അല്ലേ? അപ്പൊ ആ സമയത്ത് അയ്യോ ഞാൻ പഠിക്കണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ പഠിക്കണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കുക. കോർ സബ്ജക്ട് നന്നായി പഠിക്കേണ്ട സമയം ഇപ്പോഴാണ്, പ്രിലിംസിന് മുമ്പാണ്. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം കോർ സബ്ജക്ട് പഠിക്കാൻ വേണ്ടി നിന്നാൽ എന്ത് ചെയ്യും? അത് കഴിയൂല. അത് എന്താ, അത് സാഗരമാണ്, സാഗരം. ഓക്കെ, അത് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, കഴിയുകയില്ല. പക്ഷെ എന്താ, കോസ്റ്റ് ബെനിഫിറ്റും ഉണ്ടാവില്ല, നിങ്ങളുടെ ബാക്കിയെല്ലാം പോകും. അപ്പൊ ആകെ ടെൻഷൻ ആവും, ടെൻഷൻ, ഫുൾ ടെൻഷൻ. അപ്പൊ ടെൻഷൻ ആയിട്ട് എന്ത് ചെയ്യും? ശരിയായ ഉത്തരങ്ങളും തെറ്റിക്കും, പിന്നെ പഠിച്ചത് കിട്ടില്ല. അപ്പൊ എക്സാം എന്ത് ചെയ്യും? എക്സാം ഫെയിൽ ആവും, വീണ്ടും തിരിച്ചെന്താ സ്ക്വയർ വൺ ഫസ്റ്റിലേക്ക് വരും. അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. നമുക്ക് സമയം വേണം. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള സമയം വേണം. 2, ഏത് പഠിക്കണം എന്ന് അറിയണം. 3, എങ്ങനെ പഠിക്കണം എന്ന് അറിയണം. 4, എവിടെ നിന്ന് പഠിക്കണം എന്ന് അറിയണം. അതൊന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്ന് അറിയണം. ക്വസ്റ്റ്യൻ വരുമോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, എത്ര മാർക്സ് വരും നമുക്ക് അറിയണം. ഓക്കെ, എങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നഭാഗമായിട്ടുള്ള കറണ്ട് അഫയർ നമുക്ക് നോക്കാം. കറണ്ട് അഫയർ നോർമലി ഒരു 15 മാർക്കാണ് കാണാറുള്ളത്. പക്ഷെ 15 മാർക്ക് എല്ലാവരുടെയും ഉണ്ടാവില്ല, ഒരു 12-13 മാർക്കാണ് കാണാറുള്ളത്. നമുക്ക് 15 എടുക്കാം. ആ 15 മാർക്കിൽ 13 മാർക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സാർ അപ്പൊ 2 മാർക്ക്, ഞങ്ങൾക്ക് 2 മാർക്ക് വേണം. എന്റെ മക്കളെ, ലോകത്തുള്ള എല്ലാം പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. സിലബസുമായി ബന്ധപ്പെട്ടത് പഠിച്ചു പോയി കഴിഞ്ഞാൽ 13 മാർക്ക് എന്താ ഉറപ്പാണ്. നമുക്ക് ആദ്യം അതല്ല വേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീക്കിലെ സിലബസ് എടുത്ത് കറണ്ട് അഫയർ പഠിക്കാം. ഓക്കെ, 1, ബഡ്ജറ്റ്. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ബഡ്ജറ്റ് നിങ്ങൾ 2024 തൊട്ട് 2026 വരെ പഠിക്കണം. കാരണം 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 എന്താ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് 2024 തൊട്ട് 2026 ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, നോബൽ പ്രൈസ് 2021 തൊട്ട് 2026 പഠിക്കണം. സോ 2021, അതെ. ഓക്കെ, PSCക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2021, 2022 അവർ എന്ത് ചെയ്യും? ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് 2021 തൊട്ട് 2026 എന്ത് ചെയ്യുക? പഠിക്കുക. ഇപ്പൊ ടൈം ടേബിൾ കിട്ടിയ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, എന്താ പറയാ, പിന്നെന്താ, കറണ്ട് അഫെയറും ഉണ്ട്. ഓക്കെ, ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്ന് നമ്മൾ എന്താ, എന്റെ പേരെന്താ, നാഷണൽ ഇൻകം പഠിച്ചു, ഇനി അടുത്തത് പഠിക്കുക, അങ്ങനെയല്ല. ഒരു പ്രത്യേക ഭാഗം ആക്സ് ആണെങ്കിൽ അത് മാത്രം പഠിച്ചിട്ടുണ്ടാവും, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് അത് മാത്രം പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പഠിക്കുകയുള്ളൂ. സിലബസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ചെയ്യില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ ഇത് പഠിച്ചത് കൊണ്ട് എന്താ ഗുണം? എന്താ, നിങ്ങൾക്ക് ആദ്യ ആഴ്ചയിൽ 4 മാർക്ക് പ്രിലിംസിന് കൺഫേം ആണ്. ഏതൊക്കെയാണ് സാർ ആ 4 മാർക്ക്? ഇംഗ്ലീഷിൽ ആക്റ്റീവ് പാസീവ് വോയിസ് 1 മാർക്ക് ഷുവർ ആണ്. മാത്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് 1 മാർക്ക് ഷുവർ ആണ്. അപ്പൊ 2 മാർക്ക് ആയില്ലേ? IT ഓപ്പറേറ്റിംഗ് സിസ്റ്റം 1 മാർക്ക് ഷുവർ ആണ്, 3 മാർക്ക് ആയില്ലേ? ഓക്കെ, നാഷണൽ ഇൻകം 1 മാർക്ക് ഷുവർ ആണ്, 4 മാർക്ക് ആയില്ലേ? അപ്പൊ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻ ആക്ട്, ആക്ട് 1858 വരെ ആയിട്ടുള്ളൂ. 1858 തൊട്ട് 1947 വരെ വേറെ ആക്ട് ഉണ്ട്. അപ്പൊ 2 സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. ആ സെക്ഷൻ എല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് എന്ത് കിട്ടുക? മാർക്ക് കിട്ടുക. അടുത്ത അഡ്വെന്റ് ഓഫ് യൂറോപ്യൻ പോർച്ചുഗീസ് എല്ലാം ആയിട്ടുള്ളൂ. ഡച്ച് ഇല്ലേ, ബ്രിട്ടീഷുകാരില്ലേ, അവരൊക്കെ വരണ്ടേ? സോ അപ്പൊ നിറയെ പഠിക്കാണ്ടല്ലോ. പഠിക്കാനുണ്ട്, പക്ഷെ എല്ലാം പഠിക്കണ്ടേയും വേണ്ട. മനസ്സിലായ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് പഠിക്കാൻ മാത്രമേ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുള്ളൂ, ടൈം ഉണ്ടാവുള്ളൂ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം? നോക്കണം. അങ്ങനെയെങ്കിൽ മെയിൻസിന് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ മാർക്ക് നമുക്ക് മനസ്സിലാവുമ്പോൾ അത് എത്ര മാർക്ക് കിട്ടി, എന്നിട്ട് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺഫിഡൻറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ഒരാഴ്ച കഴിയുമ്പോൾ എത്ര മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരാഴ്ചയിൽ ഹിസ്റ്ററി പഠിക്കൂ, അടുത്ത ആഴ്ച ജോഗ്രഫി പഠിക്കൂ, അങ്ങനെയല്ല ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ദിവസം ഹിസ്റ്ററി പഠിക്കൂ, ഒരു ദിവസം ജോഗ്രഫി പഠിക്കൂ, അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ എങ്ങനെയാ പഠിക്കാൻ പോകുന്നത്? ആക്ച്വലി കുറച്ച് ടോപ്പിക്സ് ആണ് പഠിക്കുക. സ്ലോ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യും? ഇതിന്റെ ഇൻക്രീസ് ആയിരിക്കും. സ്ട്രക്ചർ ടൈം ടേബിൾ ഉണ്ടല്ലോ. അതെ, നിങ്ങൾക്കറിയാം ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ഏത് ടോപ്പിക്കാണ് വിടേണ്ടത്. PSC ഈസ് ആൻ ആർട്ട് ഓഫ് ലീവിങ് ടോപ്പിക് എന്ന് വെച്ചാൽ ടോപ്പിക്സ് ഏതൊക്കെ വിടണം എന്ന് എന്ത് ചെയ്യണം? ആദ്യം അറിയണം.
എന്നാലേ ഉള്ള കാര്യം കറക്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത പരിപാടി ഓക്കെ, ഏത് ടോപ്പിക്കാണ് ഡീപ്പായി സ്റ്റഡി ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് ബേസിക് ആയി സ്റ്റഡി എന്ന് അറിയാൻ പറ്റും. എങ്ങനെ അറിയുക? നമ്മൾ രണ്ട് വാക്ക് എഴുതിയിട്ടുണ്ടാവും, ഒന്ന് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ എന്താ ഫാക്ട്. ഇതിൽ നമ്മളിപ്പോ ഫാക്ട് ആയി എഴുതിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ടോപ്പ് തന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരാഴ്ച ഇരുന്നതിന് നന്നായിട്ട് മനസ്സിലാവുക. അത് പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരു ടൈം ആവും. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ സോഴ്സ് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ സ്പെഷ്യൽ ടോപ്പിക് എന്താ ചെയ്യാം? വീക്ക് 3 സമയം തൊട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെ പഠിക്കണം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ സ്റ്റഡി ഫോർ മെയിൻസ്, പ്രിലിംസ് നിങ്ങളുടെ കൂടെ വരും. പ്രിലിംസ് കൂടെ വരുന്നതായിരിക്കും. പ്രിലിംസിൽ 100 കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ട്രോഫിയോ അവാർഡോ ഒന്നും ആരും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഓക്കെ, മെയിൻസിൽ കിട്ടുമ്പോഴാണ് ജോലി കിട്ടുക. മെയിൻസിൽ നമ്മുടെ ലക്ഷ്യം 100 90 വാങ്ങുക, ടോപ്പ് ആവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണമോ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലോ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ടോപ്പിലായിരിക്കണം, നമ്മൾ സേഫ് ആയിരിക്കണം. ഇതാണ് നമുക്ക് നോക്കേണ്ട കാര്യം. അല്ലാതെ 400 500 റാങ്ക് വന്നിട്ട് എത്ര ക്യാൻസലേഷൻ ഉണ്ടാവും, എത്ര പേര് പോകും, എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കാനുള്ള സമയം നമ്മുടെ അടുത്ത് ഇല്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എക്സാം കിട്ടുക, എന്ത് ചെയ്യുക, ടോപ്പ് ആവുക, ജോലി വാങ്ങുക. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡൺ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റിവിഷൻ പ്ലേലിസ്റ്റ് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അതിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പൊ റിവിഷൻ പ്ലേലിസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ ഇടുന്നതായിരിക്കും. സോ ഞങ്ങൾക്ക് ടോപ്പിക് കാണണം, അത് അതാത് സ്ഥലങ്ങളിൽ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി സ്ഥലങ്ങൾ അതിന്റെ വീഡിയോസ് ഉണ്ടാവും. അതേപോലെ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോസ് ഉണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോസ് ഉണ്ടാവും. വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുണ്ടാവും. ആ വീഡിയോസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഇവിടെ വന്നിട്ട് ഈ പ്ലേലിസ്റ്റിൽ വന്നിട്ട് റിവിഷൻസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ല? ഈ പ്ലേലിസ്റ്റ് തന്നെ ഈ റിവിഷൻ വീഡിയോസും കറണ്ട് അഫെയർ വീഡിയോസും എന്തായിരിക്കും, ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ പ്ലേലിസ്റ്റ് എക്സാം ടൈമിൽ കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ സർ, ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. കറക്റ്റ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാവുന്നതാണ്, എപ്പോ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. രണ്ടാമത്തെ, ഓരോ ആഴ്ച കഴിയുന്തോറും നമ്മൾ എന്താ ആ ആഴ്ചയിലെ അനാലിസിസ് നമ്മൾ ഇടും. എന്ത് ചെയ്തു നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താവും, കൂടുതൽ ക്ലിയർ ആവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ വീക്ക്ലി വീഡിയോസ്. ഓക്കെ, ഷുവർ അല്ലേ? നന്നായിട്ട് പഠിക്കുക. വീണ്ടും എന്റെ പേര് കിരൺ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി, എന്താ ഡിഗ്രിക്കുള്ളത് @കിരൺ PSC സ്റ്റഡി സർക്കിൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതേപോലുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.